അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തവാഫും സഅയും ചെയ്യുന്ന സമയത്ത് കുട്ടികളെ നമ്മുടെ കൂടെ ഏറ്റുകൊണ്ട് നടക്കാൻ പാടുണ്ടോ എന്നാണ് സഹോദരൻ്റെ ചോദ്യം. കുട്ടികൾക്ക് ഇത് ഉംറ നിയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തവാഫ് നിയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് കൂടിയാണ് തവാഫ് ചെയ്യുന്നതെങ്കിൽ അവരെ കൂടെ ഏറ്റിയും കൊണ്ട് ചെയ്യേണ്ടതാണ്. കാരണം അവർക്കും ഉംറയുടെ ബാധ്യത അവർക്കും വേണ്ടി നിർവഹിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ അവരുടെ കൂടെ അവരെ നമ്മുടെ കൂടെ ഏറ്റിക്കൊണ്ടു പോയാൽ മതിയാവുന്നതാണ്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരിൽ നജാസത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നജാസത്തൊക്കെ ദൂരപ്പെടുത്തി അവരെ ഒതു പിടിപ്പിച്ച്, എന്നിട്ട് അവർക്ക് പമ്പേഴ്സൊക്കെ ധരിപ്പിച്ച്, അത്രയും ചെറുപ്പമുള്ള കുട്ടികളാണെങ്കിൽ അവരെ എന്ത് ചെയ്യുക, ഏറ്റിയും കൊണ്ട് തവാഫും സഅയും ചെയ്യുക. ഇനി അങ്ങനെ അവർക്ക് വേണ്ടി നിയത്തി ചെയ്തിട്ടില്ല എങ്കിൽ കുട്ടികളുടെ കൂടെ ആരെങ്കിലും നിർത്താൻ സാധിക്കുമെങ്കിൽ അവരെ നിർത്തിയിട്ട് നാം സ്വന്തം തന്നെ തവാഫ് ചെയ്യുക. നാം സഅയ് ചെയ്യുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴും കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്നത് കാരണത്താൽ അവരെ വേറെ തന്നെ റൂമിലോ അല്ലെങ്കിൽ വല്ല കൂടെയുള്ളവരുടെ കൂടെയോ ഇരുത്തലായിരിക്കും ഉത്തമം. ഇനി കൂടെ കൊണ്ടുപോയാൽ തെറ്റില്ല, പക്ഷേ നജാസത്ത് ഉണ്ടാവരുത്. ചെറുപ്പമാകുമ്പോൾ നജാസത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ നജാസത്തുള്ള കുട്ടികളെ നാം കയ്യിൽ ഏന്തി നടക്കുകയും ചെയ്യരുത്. കാരണം തവാഫ് ചെയ്യുമ്പോഴും സഅയ് ചെയ്യുമ്പോഴും വൃത്തി ഉണ്ടാവണം. വുളു ഉണ്ടാവൽ സഅയിൽ നിർബന്ധമില്ല. വൃത്തി ഉണ്ടാവൽ തവാഫിലും നിർബന്ധമാണ്, സഅയിലും നിർബന്ധമാണ്. അപ്പോൾ വൃത്തികേടുള്ളതായ കുട്ടികളെ നാം കയ്യിലേന്തി എന്ത് ചെയ്യരുത്, സഅയ് ചെയ്യരുത്. ഇനി വല്ല അറബിയ എന്ന് പറയുന്ന ഈ ഉന്തുവണ്ടിയിലൊക്കെ കയറ്റിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വിരോധമില്ല. അതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.